പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കമിഴ്ന്നു കിടന്ന്, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ആ വചനം ആവർത്തിച്ചു വായിക്കുക, അല്ലെങ്കിൽ പലതവണ ആവർത്തിച്ചു വായിക്കുക. എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. എന്താണ് കർത്താവേ ഈ വചനത്തിനകത്ത് ഞങ്ങളോട് സംസാരിപ്പാനുള്ളത് എന്ന് യഥാർത്ഥ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചോട് ചോദിച്ചാൽ ഏലിയാവിനോട് സംസാരിച്ച ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രൈസ്. പിന്നെ അവൻ എന്ന് പറഞ്ഞ ഏലിയാവ് കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കമിഴ്ന്നു വീണു. കാരണം ഈ കുട്ടി മരിച്ചതാണ്. അപ്പൊ ഈ കുട്ടിയുടെ മേൽ കമിഴ്ന്നു വീണു, അല്ലെങ്കിൽ കമിഴ്ന്നു കിടന്നു. എന്നിട്ട് ഒറ്റ പ്രാർത്ഥന, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് ആരോടെ പ്രാർത്ഥിച്ചു? യഹോവയോട് പ്രാർത്ഥിച്ചു കേട്ടോ. മനുഷ്യരോടല്ല, യഹോവയോട്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, രക്തജയം. ഇവിടെ ഏലിയാവ് കുട്ടിയുടെ മേൽ കമിഴ്ന്നു വീണു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥം നിയോഗമാകട്ടോ. യഹോവയുടെ നിയോഗപ്രകാരം സമർപ്പണത്തോടെ, അർപ്പണബോധത്തോടെ, ജീവിത വിശുദ്ധിയോടെ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ആലോചനയും ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രവൃത്തിയുടെ മുഴുവൻ പ്രതിഫലവും അതിന്റെ മുഴുവൻ മഹത്വവും യഹോവയായി ദൈവത്തിനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഏലിയാവ് ദൈവമുമ്പാകെ ഹല്ലേലൂയ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ മേൽ കമിഴ്ന്നു കിടന്നു. നിങ്ങൾ ഹല്ലേലൂയ അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ഏലിയാവിനെ പോലെ സമർപ്പണം, അർപ്പണബോധം, നിയോഗം, ശുദ്ധി ഇല്ലാതെ നിങ്ങൾ ചെയ്യരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ കിടന്നാലും ഒരു മരിച്ചുപോയ ഒരു കുട്ടിയുടെ മേൽ കമിഴ്ന്നു കിടന്നാലും കുട്ടി എഴുന്നേൽക്ക തോന്നുന്നില്ല. കാരണം ഏലിയാവിന്റെ കാലമല്ലേത്, ഇത് പുതിയ ജനറേഷനാണ്, ന്യൂജൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തട്ടിക്കൂട്ട് ശുശ്രൂഷകളുണ്ട്. ഏലിയാവിന്റെ ശുശ്രൂഷ പ്രസംഗിക്കാനേ പറ്റത്തുള്ളൂ, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? സഭയുടെ അർപ്പണം, സമർപ്പണം, വിശുദ്ധി എല്ലാം നഷ്ടപ്പെട്ട് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം സ്വന്തം മഹത്വത്തിനും പുകഴ്ചയ്ക്കും പേരിനും പ്രശസ്തിക്കും ഒക്കെയായി മാറി. ദൈവത്തിന് മഹത്വമില്ല. എന്നാൽ ഏലിയാവ്, ഏലിശ തുടങ്ങി മുമ്പോട്ട് പഴയ നിയമ പ്രവാചകന്മാർ, ഭക്തന്മാരുടെ ഒക്കെ ശുശ്രൂഷ എന്ന് പറയുന്നത് അവരൊരിക്കലും അവർ ചെയ്ത ശുശ്രൂഷയുടെ മേൽക്കോയ്മ എടുത്ത് അവരതിന് മഹത്വം എടുത്തിട്ടില്ല. അവർ ചെയ്ത ശുശ്രൂഷയുടെ യഹോവയായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നിയോഗിതനായിരിക്കുന്ന ആ ശുശ്രൂഷകന്മാർ, അവരുടെ ശുശ്രൂഷയെല്ലാം യഹോവയുടെ മഹത്വത്തിനായിരുന്നു. പ്രൈസലോ. അപ്പൊ നമ്മള് ഈ മരിച്ചുപോയ കുട്ടിയുടെ മേൽ ഏലിയാവ് 3 പ്രാവശ്യം കമിഴ്ന്നു കിടന്ന പോലെ നമ്മൾ അങ്ങനെയുള്ള സാഹസത്തിന് മുതിരാതെ, പ്രൈസലോ. ഞാൻ മുമ്പ് പല പ്രാവശ്യം ഞാനൊരു കഥ പറയാം. കഥ എന്നെ ഓർന്ന സംഭവം എന്റെ ജീവിതത്തിൽ നടന്ന. ഞാൻ ചാവക്കാട് കടപ്പുറത്ത് നിരന്തരമായി പോവുകയും സുവിശേഷം പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഞാൻ മെസ്സേജൊക്കെ പറയാറുണ്ട്. അല്ലേ, അങ്ങനെ ഒരിക്കലും ട്രാക്ടർ കൊടുക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ടൂറിസ്റ്റ് ബസ്സിന് കുറെ ആളുകൾ വന്നിറങ്ങി. അപ്പൊ ഞാൻ ഈ ട്രാക്ടറുകൾ കൊടുക്കുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ ഇരിക്കും വന്ന് ട്രാക്ടർ വാങ്ങിയിട്ട് ചോദിച്ചു, യേശു കടലിന്മേൽ നടന്നല്ലോ, താങ്കൾക്ക് ഈ കടലിന്മേൽ നടക്കാൻ കഴിയുമെങ്കിൽ താങ്കൾ പറയുന്ന യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കാം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, ഞാൻ കടലിന്മേൽ നടക്കാൻ വന്നതല്ല, ഇവിടെ നിങ്ങളെ കാണിക്കുന്ന ഒരു സാഹസ്യം ചെയ്യുവാനും വന്നതല്ല. യേശു കടലിന്മേൽ നടന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നോട് നടക്കാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ആ നിയോഗം തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കടലിന്മേൽ നടക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വാക്കിന് മുമ്പിൽ ഞാൻ ആ സാഹസ്യതയ്ക്ക് ഒരുങ്ങിയാൽ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ അന്ധകാരത്തിന്റെ വ്യാപാര ശക്തി നീക്കണം. നിങ്ങളെ ഭരിക്കുന്ന സാത്താനാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ പറയണ്ടേ, ഇവൻ ടൂറിസ്റ്റായിട്ട് വന്നവന് ഇവനെ നാളെ കിട്ടത്തില്ല പറയാൻ. അപ്പൊ അവരോട് പറഞ്ഞ് നിന്റെ ഉള്ളിൽ ഒരു സാത്താനോട് പറഞ്ഞപ്പോൾ അവന്
ഒന്ന് ആദി ആക്രോശിച്ചെങ്കിൽ പിന്നെ അവനങ്ങ് അങ്ങനെ ശാന്തനായി. തീർച്ചയായിട്ടും പറയാൻ കഴിയും. എന്ന് പറഞ്ഞ യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ചാട്, നിന്നെ കാക്കേണ്ട ദൂതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉയർന്ന വലയിൽ പോയിട്ടുണ്ടോ, ഇത് കാണുന്നതല്ല എന്റേതാ, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും, നീ ദൈവോത്രങ്ങളായി കല്ലെന്നപ്പമായി തീരം പറ. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുന്നു പറഞ്ഞവരെ നമ്മൾ ഈ സാഹസ്യത്തിന് ഒരു കരുതാണ്. മരിച്ച വീട്ടിൽ ചെന്നിട്ട് മരിച്ചയാളുടെ മേൽ കമണ് കിടന്ന് നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയും വിവരക്കേടും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല. ചെല്ലുന്നിടത്ത് അടി മേടിച്ചിട്ട് വരും. അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം. കമണ്ണ് വീണ് പ്രാർത്ഥിക്കാൻ ചില മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ കേട്ടോ, പ്രായമായ പണ്ടത്തെ, അവര് സഭയിൽ കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു വീട്ടിൽ ചെന്നിടത്തെ അമ്മ പാൽ വിരിച്ച് കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ മീറ്റിംഗ് നടത്തിയ ഭവനങ്ങളിൽ സഭയിൽ ചില അപ്പച്ചന്മാർ കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്നു. അത് ആത്മാവിൽ നിറയപ്പെട്ടും അവർക്ക് ദൈവം കൊടുത്ത നിയോഗവും അവർക്ക് ദൈവം കൊടുത്ത ആ വെളിപ്പാടനുസരിച്ച് ജീവിത വിശുദ്ധിയോടെ അർപ്പണ ബോധത്തോടെ അവർ ചെയ്തതാണ്. അല്ലേരിയ. പക്ഷെ ഇന്നത്തെ തലമുറ ആരെയും കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ ഈ കൗമാരപ്രായക്കാരോ യൗവനക്കാരോ ഇന്നത്തെ വാർദ്ധക്യത്തിന് ആരെങ്കിലും കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് കമണ്ണ് വീണ് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവർക്കതൊക്കെ എന്തോ ഒരു അഭിമാനക്കുറവ് പോയാ. പക്ഷേ ഏലിയാവിനെ സംബന്ധിച്ച് കമണ്ണ് വീണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനക്കുറവായിരുന്നല്ല, കമണ്ണ് വീണ് പ്രാർത്ഥിക്കുന്നത് ഏലിയാവിന് അഭിമാനമായിരുന്നു. പ്രൈസലോ. ഞാൻ പലപ്പോഴും എന്റെ പ്രാർത്ഥനയിൽ അങ്ങനെ കമണ്ണ് വീണ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കാരണം ദൈവമായിട്ടൊരു അടുത്ത ബന്ധം, ദൈവമായിട്ട് അടുത്തൊന്ന് ചേർന്നിരിക്കുക, നമ്മുടെ സങ്കടങ്ങൾ കണ്ണുനീരുകൾ മുഴുവൻ പറയുക. അങ്ങനെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ ചില അസാധാരണമായ ശുശ്രൂഷ ഏലിയാവിലൂടെ ചെയ്യിപ്പിച്ചതുപോലെ ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ സഹോദരന്മാരോട് പറയട്ടെ, കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഏലിയാവിന്റെ മേൽ പകർന്ന അതേ ആത്മാവ് ഏലിയാവിനെയും കൊണ്ട് ചെയ്യിപ്പിച്ച ശുശ്രൂഷ ദൈവം
ാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കുഞ്ഞിനെ ചെറുപ്രായത്തിൽ തന്നെ ദൈവോധനം പറഞ്ഞ് പഠിപ്പിക്കണം. നിന്റെ കുഞ്ഞിന്റെ ആത്മാവും പ്രാണ ശരീരവും നിന്റെ കുഞ്ഞിന്റെ ആത്മാവും പ്രാണ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അതിന് മാതാപിതാക്കളുടെ ആത്മാവും പ്രാണ ശരീരവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയാലും മക്കളുടെ ആത്മാവും പ്രാണ ശരീരം ദൈവത്തിന് പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് പണ്ട് ചൊല്ലുള്ളൂ, തള്ള തടിവഴിയിലാണെങ്കിൽ മക്കൾ ഇലച്ചു വഴി ചൊല്ലുണ്ടല്ലോ. സഹോദരൻ, എത്ര കറക്റ്റ് ഈ കാലഘട്ടത്തിലെ നിന്റെ മക്കളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. നിന്റെ മക്കൾ ഏലിയാവിനെ പോലെ നിന്റെ കുടുംബത്തിനകത്ത് ഓരോ ഏലിയാവുമാരുണ്ടാകട്ടെ. ഏലിയാവിന്റെ ആത്മാവ്, ഏലിയാവിന്റെ ശുശ്രൂഷ, ഏലിയാവിന്റെ വിശുദ്ധി, ഏലിയാവിന്റെ സമർപ്പണം, ഏലിയാവിന്റെ അർപ്പണ ബോധമൊക്കെ നിന്റെ ഭവനത്തിനകത്തൊട്ട്. അതിന് നീ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ആദ്യം മാനസാന്തരപ്പെടണം. നീ നേരം വെളുക്കുന്നിട്ട് അടുക്കളയിൽ എത്തിക്കുന്നത് നീ തോളെ കഴുത്തലി മൊബൈലും വെച്ച് ഇപ്പൊ ഇയർഫോണും വെച്ച് നീ അതിനകത്ത് പടവും കണ്ട് അതിനകത്ത് ഇത് പോലും കണ്ട് നിന്റെ സമയം നീ ചെലവഴിച്ച് നിന്റെ മക്കളെ കുറിച്ച് ഉത്തരവാദിത്വം പോലെ നിനക്ക് നഷ്ടപ്പെട്ട് ആദ്യ ഭവനത്തിലേക്കത്തെ മാതാപിതാക്കൾ പിശാചിന്റെ അടിമത്തത്തിൽ പിശാചിന്റെ കീഴിൽ പുറത്തു വരണം. നീ പിശാചിന്റെ അടിമത്തം പ്രാപിച്ച് ഈ മൊബൈലിന് അടിമത്തമായി നീ കാണുന്ന കച്ചറകളെല്ലാം നിന്റെ മക്കളും കണ്ട് കേട്ട് പഠിച്ച് നിന്റെ മക്കളുടെ ആത്മാവ് പ്രാണ ശരീരം നീ ആയിട്ട് പിശാചിന് വിട്ടുകൊടുക്കരുത്. എൻ്റെ ഒരു സഹോദരൻ, നീ മാതാപിതാക്കളെ നിങ്ങൾ നിന്റെ മക്കളെ നേരായ രീതിയിൽ വളർത്തല്ലെങ്കിൽ അനർത്ഥം നിന്റെ കുടുംബത്തിനകത്ത് വരും. പ്രൈസലോ. അപ്പൊ മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു യായിറോസിന്റെ മകളെയും ലാസറിനെയും ഉയർപ്പിച്ചു. നയിലെ ആമയിലും വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അതിലൊരു ക്രിസ്തുവിന്റെ കാഴ്ചയോട് പിന്തുടരണം. പത്രോസ് തബീതയെ ഉയർപ്പിച്ചു. പൗലോസ് യുത്തിക്കോസിനെ ഉയർപ്പിച്ചു. ഇവരെല്ലാം ഉയർപ്പിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പെന്തക്കോസ്തയുടെ സംഘടനയുടെ പിതാവെന്ന് വിളിച്ചിരുന്ന സ്മിത്ത് വികസിവർത്ത് താൻ മരിച്ചുപോയ 23 പേരെ ജീവനോടെ ഉയർപ്പിച്ചു. എന്റെ ഏരിയ അങ്ങനെ ദൈവം ശക്തരായ ദൈവദാസന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്ന് പകൽ നിന്നെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നെങ്കിൽ കർത്താവ് ചില അത്ഭുതം ചെയ്യും. ഞാൻ വായിച്ച പത്രത്തിലേക്ക് വരട്ടെ. പിന്നെ അവൻ കുട്ടിയുടെ 3 പ്രാവശ്യം കമണ്ട് കിടന്ന്, എന്റെ ദൈവമായി ഹൂവി ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. അതെ, 3 പ്രാവശ്യം കമണ്ട് വീണ്. നീ കമണ്ട് വീണ് നിന്റെ ആത്മാവും പ്രാണ ശരീരം കമണ്ട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ ആത്മാവ് പ്രാണ ശരീരം കമണ്ട് വീണ് പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടും. നീ കമണ്ട് വീണ് പ്രാർത്ഥിക്കും പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിന്റെ മേൽ വരും. നിന്നൊരു അസാധാരണ ശുശ്രൂഷ. അതെ, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ അകന്നും മാറട്ടെ. നിന്റെ കുടുംബത്തെ ബന്ധിച്ച്, നിന്റെ തലമുറയെ ബന്ധിച്ച് നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന നിന്റെ കുടുംബത്തിനകത്ത് ആത്മഹത്യയുടെ തന്ത്രങ്ങൾ, തലമുറകളെ, കുഞ്ഞുങ്ങളെ പിശാചിന്റെ തന്ത്രങ്ങൾ കുടുക്കി ആത്മഹത്യയ്ക്ക് തള്ളിവിടുന്ന 10 വയസ്സുള്ള കുഞ്ഞൊക്കെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കപ്പെടും. അവൻ ആത്മഹത്യ ചെയ്യുന്നവരെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഭവമാണ്. യുവതി യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഏരിയാവിനെ പോലെ കമണ്ട് വീണ് പ്രാർത്ഥിക്കുന്ന അനുഭവം നിനക്ക് ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്ത നിന്നോട് പ്രാർത്ഥിച്ച കർത്താവ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ദേശത്തിന്റെ ഭവനത്തിന്റെ മരണം നീങ്ങിപ്പോകാൻ വേണ്ടി അസാധാരണമായി ശുശ്രൂഷിക്കേണ്ടി എന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമോ? രക്തം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ കർത്താവ് സകല ജനത്തിന്, കേരളത്തിലും ഭാരതവും രാജ്യമുള്ള സകല ജനത്തെയും ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിധവിയുടെ വീട്ടിൽ അത്ഭുതങ്ങൾ ചെയ്തവൻ, മാവ് വർദ്ധിപ്പിച്ച്, എണ്ണയെ വർദ്ധിപ്പിച്ച കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിലേക്ക് മാത്രമേ കുട്ടി മരിച്ചപ്പോൾ വിധവിയുടെ മകനെ ജീവിപ്പിക്കുകയും അവൻ ജീവനോടെ തിരിച്ചു കൊടുക്കുവാൻ ഏലിയാവിന്റെ മേൽ പകർന്ന അഭിഷേകം ഇന്ന് പകൽ കർത്താവ് കൗമാരക്കാരൻ മേൽ, ബാല്യക്കാരൻ മേൽ, കൗമാരക്കാരൻ, യുവനക്കാരൻ, വാർദ്ധക്യത്തിന് മേൽ പകർന്ന ഈ ലോകത്തിന്റെ ജടികമായ മോഹങ്ങൾ, ചിന്തകൾ വിട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, യേശു ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വലിയ കൂട്ടം തലമുറയിൽ എഴുതിപ്പിക്കണമേ. പാപത്തിന്റെ വശീകരണങ്ങൾ വീണ് വിവിധ മാരകമായ രോഗങ്ങളെ, സാത്താനി ബന്ധങ്ങൾ, ദുർഭൂത ബന്ധങ്ങളെ വീട് കിടക്കുന്ന മരണത്തോട് വന്നടിക്കുന്ന, കടക്കണിയാൽ ഭാരപ്പെടുന്ന ജീവിതം ദുസ്സഹമായി കടന്നതിന്റെ തലയിലൂടെ മരണത്തിനായി വിധിക്കപ്പെട്ട അനേക കുടുംബങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമായി മാറട്ടെ. അല്ലുടിയുടെ തലമുറയ്ക്ക് ഒരു മാനസാന്തരപ്പെടും. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ ജീവിതത്തിൽ താളടികളെ പോലെ ആയി മാറിയിരിക്കുന്ന, നിരാശയും ദുഃഖിതരുമായിരിക്കുന്ന, ഡിപ്രഷൻ രോഗത്താൽ മാനസികമായി നാമയൊക്കെ തകർന്നിരിക്കുന്ന അനുഭവത്തി വിദ്യകളെ ഇന്ന് പറഞ്ഞു യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കുടുംബത്തിനകത്ത് ശാപം മാറട്ടെ, പാപം മാറട്ടെ, ബന്ധനം മാറട്ടെ. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിട്ട് അവരുടെ ആത്മാവ് പ്രാണ ശരീരങ്ങൾ കർത്താവിന്റെ സമൃദ്ധിയുടെ മക്കളിലേക്ക് ആത്മാവ് പ്രാണ ശരീരത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരിൽ വെളിപ്പെടുത്തക്കുന്നതിൽ മാതാപിതാക്കൾ മാതൃകയോടെ ചെയ്ത് നയിക്കാൻ
ഇതുപോലെ കർത്താവ് ജനത്തെ ഒരുക്കണമേ. ലോകരാജ്യ രാഷ്ട്രത്തലമുറക്ക് മാനസാന്തരം, കേരളത്തിന്റെ ഭാരതത്തിന്റെ ലോകരാജ്യം മാനസാന്തരം പ്രാർത്ഥന ഒരു അന്തികമായ ഉണർവ് ദിവസം ദൈവസഭയിലേക്കണം. ദൈവമക്കളെ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ക്രൈസ്തവരണം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശക്ത ഒരു ആത്മീയ ഉണർവ് ഏരിയാവിനെ പോലെ ശക്തരായ ദൈവത്തിന്റെ ദാസിദാസന്മാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണമായി പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.